അച്ഛനെ വിളി. നിന്റെ അച്ഛൻ എന്തിനാണ് എന്റെ അച്ഛനെ വിളിച്ചത്? നിങ്ങളല്ലേ പറയാ അച്ഛനെ വിളിക്കാൻ? എന്റെ അച്ഛനെ വിളിക്കാനല്ല പറഞ്ഞത്. പിന്നെ എടാ നിന്റെ അച്ഛനെ ഇങ്ങ് വിളിച്ചിറക്ക്. ഇന്ന് അവന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. ആയിക്കോട്ടെ. ഇന്ന് നിന്റെ അച്ഛന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. സന്തോഷം. സ്വന്തം അച്ഛന്റെ കയ്യും കാലും തല്ലി ഓടിക്കുന്നു പറയുമ്പോ തിരക്കഥ എഴുതുന്നൊരു മോനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എന്റെ പൊന്നു സഹോദര, ഞാൻ തിരക്കഥ എഴുതിയതല്ല. എന്റെ അച്ഛന്റെ പരാതി ഇവിടെ പറയാമെന്ന ഈ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ പേര് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേര് മാത്രം ഞാൻ ഇതിനകത്ത് കാണുന്നില്ലല്ലേ? കാണാൻ വഴിയില്ലല്ലോ. ഞാൻ അടുത്ത പഞ്ചായത്തിലുള്ള ആളാ. അത് പറ. നിങ്ങളുടെ പേര് പറഞ്ഞേ. മമ്മൂട്ടി. നിനക്ക് ആരടാ ഈ പേരിട്ടത്? എന്റെ അച്ഛനാണ് എനിക്ക് ഈ പേരിട്ടത്. അച്ഛൻ മമ്മൂട്ടിയുടെ വലിയ ആരാധകനായിരുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ പടങ്ങൾ കണ്ട് 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 എനിക്ക് മമ്മൂട്ടി എന്ന് പേരിട്ടു. അതൊക്കെ പോട്ടെ, അച്ഛനെ വിളിക്കടാ. ഞാൻ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് പോട്ടറാ. എന്റെ സുഹൃത്തെ, നിങ്ങൾ വന്നപ്പോ തൊട്ട് എന്റെ അച്ഛന്റെ കൈയും കാലും വെട്ടുമെന്ന് പറയുന്നു, തല്ലി ഓടിക്കുമെന്ന് പറയുന്നു. എന്റെ അച്ഛൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറ. എന്റെ അച്ഛൻ ചെയ്ത കുറ്റം എന്താണെന്നോ? എന്റെ അച്ഛന്റെ പഴയ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം നിന്റെ അച്ഛനെ ഞാൻ വീട്ടിൽ കയറ്റി. എന്നിട്ട് നിന്റെ അച്ഛൻ കാണിച്ച പരിപാടി എന്താണെന്ന് അറിയാമോ? ആലിന്റെ മണ്ടേന്ന് താഴെ പോയ ഒരു കടവാവലിനെ കൊരക്കുന്ന പട്ടിക്കുഞ്ഞെന്ന് പറഞ്ഞ് എന്റെ ചെറുക്കന് 30,000 രൂപയ്ക്ക് വിറ്റ്. 30,000 രൂപയ്ക്ക് നില്ല തീർന്നില്ല. ഇപ്പൊ ആ പുല്ല് കൊരക്കുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ ചെറുക്കൻ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല. അറിയാവോ? ഒന്നെങ്കിൽ അത് കൊരക്കണം, ഇല്ലെങ്കിൽ എന്റെ 30,000 രൂപ എനിക്ക് തരണം. എന്റെ പൊന്ന് സഹോദര, 30,000 രൂപ തരാ എന്റെ ഇല്ല. പകരം ഞാൻ വന്ന് കൊരച്ചാ മതിയാ? ഇല്ല, എനിക്ക് ഒറിജിനൽ പട്ടിയാണ് വേണ്ടത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ അച്ഛൻ പ്രായമായ ഒരു മനുഷ്യനാണ്. അതിന്റെ കുസൃതിയാണെന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചൂടെ അങ്ങ്? എന്റെ അച്ഛൻ എത്ര വയസ്സായി? 65 വയസ്സ്. അപ്പൊ കുസൃതിയല്ല, കുന്തളിപ്പ്. അല്ല, ഇതൊക്കെ ഞാൻ എന്ത് പറയാനാ? എടാ നിന്റെ അച്ഛന് പുതിയൊരു അസുഖം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ചെവിയിൽ പപ്പിടുന്നത്. അതൊക്കെ വലിയ തെറ്റാണ്. എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? എടാ 1-2 തൂവലാണെങ്കിൽ ഞാൻ ക്ഷമിക്കും. നിന്റെ അച്ഛൻ കാണിച്ച പരിപാടി എന്താണെന്നറിയാമോ? എന്റെ കോഴിയുടെ 500 തൂവലും അയാൾ പറിച്ചെടുത്ത് ചെവിയിലിട്ട് ഇളക്കി. 500? നിനക്കിപ്പോ അറിയാവോ? എന്റെ കോഴി ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോ വാഴയുടെ മൂട്ടി നാണം മറയ്ക്കാനായിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നോട് പറയുക, അയ്യോ ഇങ്ങോട്ട് വരല്ലേ, ഞാൻ തൂവലില്ലാതെ നിൽക്കാന്ന്. അതിനെ വിട്ടിയതോടാണ് നിന്റെ തന്ത. അതുകൊണ്ട് ഇന്ന് ഞാൻ അയാളുടെ കയ്യും കാലും തല്ലി ഓടിക്കും. വിളിക്കാം. മമ്മൂട്ടി, അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് അച്ഛനെ ഉപദ്രവിക്കുകയെന്ന് ചെയ്യല്ലോ. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അതെ, എന്റെ 30,000. അച്ഛൻ ഇപ്പൊ അയാളെ തല്ലിയത്? എൻട്രി പഞ്ച്. ഇതെന്താന്ന് വെച്ചാൽ തലയിൽ കോഴിത്തൂവല കയറ്റിത് എവിടെ നിന്ന് വരുന്നത്? ഞാൻ കോഴിക്കൂട്ടിലായിരുന്നു. അവിടെ എന്താ പരിപാടി? എനിക്ക് മുട്ട ഓംലെറ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാ കോഴിയുടെ മൂട്ടിലും ഞാൻ സെലോ ടേപ്പ് ഇട്ടു. എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ആരും കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വേല ഒപ്പിച്ച് വെച്ചിട്ട് എന്തിനായിരുന്നു ചിരിക്കണേ? കോഴിയുടെ അവസ്ഥ ഇപ്പൊ കാണണം. പരശുറാം എക്സ്പ്രസിന്റെ പുറകിൽ ഈ അപായ സിഗ്നൽ വെച്ച പോലെ കോഴി കുണുങ്ങി കുണുങ്ങി കുടി കിടക്കാൻ ഓർക്കുമ്പോ തന്നെ ചിരി വരുന്നത്. ഇതെന്തിനിപ്പൊ കിടന്ന് കരയണത്? ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും. ദൈവമേ, ഞാൻ പറയാം. മനസ്സിലായോ? മനസ്സിലായി. മൂക്കിയിട്ടല്ലേ? മനസ്സിലായി? നിനക്ക് മനസ്സിലായോ? അച്ഛന് മനസ്സിലാവാഞ്ഞിട്ടാണ്. എനിക്ക് മനസ്സിലായി. എന്താ? മൂക്കിങ്ങനെ ചൊറിഞ്ഞല്ലേ നിങ്ങള്? മൂക്കി ചൊറിഞ്ഞതാ? ഒന്നും വേണ്ട, എനിക്ക് എന്റെ കാശ് മേടിച്ചു തരാമോ? സഹോദര, നിങ്ങൾ വെള്ളം കാണിക്കാതെ അങ്ങോട്ടില്ല, ഞാൻ മേടിച്ചു തരാം. അച്ഛാ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. അതിനേക്കാളും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം എനിക്ക് നിന്നോട് പറയാം. അതെന്തോന്ന്? എനിക്ക് നീ അർജന്റ് ആയിട്ട് വൈകുന്നേരം ഒരു ബീർ മേടിച്ചു തരാം. ഇനി ബീറും കൂച്ചോണ്ട് നാട്ടുകാരെ മണ്ടേ കയറാത്തതിന് ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, അച്ഛന് ബീർ കുടിക്കാൻ വേണ്ടിയല്ല, പിന്നെ അച്ഛന് പൊന്മാനെ കൊണ്ട് ബീർ കുടിപ്പിക്കാം. എന്റെ അച്ഛാ, ഈ പറന്നു പോണ പൊന്മാനൊക്കെ എന്തിനച്ചാ ബീർ മേടിച്ചു കൊടുക്കണത്? എടാ, അവന്റെ പേരുള്ള ബിയർ നാട്ടുകാർ മൊത്തം കുടിക്കുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അവനും അറിയണം. ഇവർ സിറോസ് വന്ന് അവന്റെ 2 കണ്ണും മഞ്ഞൾ ചിരിക്കുന്നത് എനിക്ക് എന്റെ ഈ 2 കണ്ണു കൊണ്ട് കാണണം. അച്ഛാ, ക്ഷമിച്ച് ക്ഷമേടെ നെല്ലിപ്പരവണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി അച്ഛാ ഇമാതിരി കുട്ടിത്തരം കാണിക്കുന്നോണ്ടല്ലേ ഓരോ ഊച്ചാളികൾ വീട്ടിൽ കയറി നിരങ്ങണത്. നിന്നെ തന്നെയാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയണ്, ഇന്നത്തോടെ അച്ഛന്റെ കുട്ടികളി നിർത്തിക്കോണം. സത്യമായിട്ട് അല്ലെങ്കിൽ കണ്ണുകെട്ടിയായി ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കറക്കി വിട്ടളെ നിങ്ങളെ. അപ്പൊ നിനക്ക് ഞാൻ ബുദ്ധിമുട്ടായി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കുട്ടികൾ ഞാൻ നിർത്തണം. ഇന്നത്തോടെ ഞാൻ എന്റെ കുട്ടികൾ നിർത്താം. ക്ഷമിക്കുന്നൊരു പരിധിയില്ല. എന്തൊരു ചെറുക്കനാണ് നീ. നിങ്ങൾ കരയുന്നുണ്ടോ? ആ പാവം മനുഷ്യൻ. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ചുമ്മാ അച്ഛനോട് തേച്ചപ്പെട്ട് സംസാരിക്കുന്നു. അങ്കിൾ, പേടിച്ചു പോയി ഞാൻ. കിട്ടിയാ നിനക്ക്? അതുകൊണ്ടല്ലേടാ ഞാൻ ഇത്ര ദൂരം മാറിയുന്നത്. നിന്റെ അച്ഛൻ നേരത്തെ സൈക്കോ വന്നു. അതൊക്കെ വലിയ കഥയാണ് ഇത് പറയാൻ നിന്നാ. എന്റെ കഥയില്ലേ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ സുമയെ പണ്ട് തൊട്ടേ പ്രണയത്തിലായിരുന്നു. അമ്മയാ? അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഇടയിലേക്ക് വാവ വന്നു.
വാവ വന്നതിന് ശേഷം അവളുടെ സ്വഭാവം മൊത്തോടങ്ങ് മാറി. എനിക്ക് എന്റെ വാവയെ ഒന്ന് കുഞ്ചിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ വാവയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ വാവയ്ക്ക് ഒരു ചോക്ലേറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതും പറഞ്ഞ അവൾ ഞാൻ നുള്ളി മാന്തി പിച്ചി എന്തിന് എന്റെ ചന്തിയിൽ ചട്ടുകമ്പൂര പൊളിച്ച് അവള് കാണിച്ച തെറ്റല്ലേ തടിക്കാരാ. എന്തൊരു വൃത്തികെട്ട ആളാണ് ഇത്. നിന്റെ അമ്മയോട് പറയൂല. എടാ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കാവോ? ഈ വാവയാരെന്നറിയാവോ? ആര്? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇങ്ങനെ പഴയ കാമുകി. എനിക്ക് വേണ്ടി എന്തെങ്കിലും അല്ല ഈ പുള്ളിക്കാരൻ എങ്ങനെ ഈ അസുഖം വന്നത്? അതൊക്കെ വലിയ കഥയാണടാ. അതൊക്കെ നിനക്കൊരു കാര്യം അറിയാവോ? ആ ഉഷ ചേച്ചി ഇല്ലേ, അയാൾ ആ ചേച്ചിയോട്ടുള്ള പ്രേമ അമ്മ ഇറങ്ങി നമ്മുടെ ചപ്പാത്തി പലകെടുത്ത് തലയ്ക്ക് ഒരു ഒറ്റ ഏറി. അതിന് ചേട്ടോണ്ട് ഇങ്ങനെ ആയിപ്പോയത്. അയ്യോ, ഓരോരോ മനുഷ്യന്റെ അവസ്ഥകളൊന്നും നോക്കിയാണ്. ഭയങ്കര കഷ്ടമല്ലേ? ഭയങ്കര കഷ്ടമാ. പുള്ളിയുടെ അല്ല നിന്റെ കാര്യം. നീ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല? കല്യാണം കഴിച്ച്, പക്ഷെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു. അതെന്തിനാ ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു? എന്റെ പെണ്ണുമ്പിളിക്ക് ഒരു വൃത്തിയായിട്ട ശീലം ഉണ്ടെന്ന്. രാത്രി ആകുമ്പോഴേ അവള് വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക, കവിളിയിൽ ഉമ്മ വെക്കുക, തലയിലൊക്കെ ഇങ്ങനെ തലോടുക. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോ, എന്തോന്ന്? മകന്റെ റോള് ഞാൻ ചെയ്തിട്ട് എന്റെ റോള് നീ അറിയാവുന്നേ ദൈവം വഴി തരത്തില്ലല്ലോ എന്റെ തമ്പുരാനെ. എന്ത് കഷ്ടമാന്ന് പറ. ഇതങ്ങോട്ട് ഈ ടേപ്പ് കുറവായിട്ട് കന്നിമാസം വലിയ കുഞ്ഞി. അതുകൊണ്ട് പട്ടികൾ കൂട്ടം കൂട്ടം ചെന്ന് ഞാൻ ഭക്തികാരം. അതെന്തിനാ? അവരുടെ മൂടുകൾ പട്ടികളെ പോലും ജീവിക്കാൻ സമ്മതിക്കില്ലടാ ഇങ്ങേര്. ഒന്നെങ്കിൽ അതിനെ കെട്ടിയിട്ട് വളർത്ത്. എടാ സ്വന്തം അച്ഛനല്ലേടാ, കെട്ടിയിട്ട് വളർത്തിയ നാട്ടുകാരും എല്ലാം പറയൂലേടാ. നിനക്ക് അച്ഛയില്ലേടാ? പിന്നെ എന്നെ പച്ചില പിരിഞ്ഞുണ്ടാക്കിയതാണ്. എടാ അതല്ല, നിനക്ക് അച്ഛയില്ല. എന്തിന്റെ അച്ഛനാണെങ്കിൽ നീ കെട്ടിയിട്ട് വളർത്തുവോ? പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. സ്വന്തം അച്ഛനല്ലേ, എന്ത് ചെയ്യാനാ? എനിക്കുണ്ടായിരുന്ന ഒരു അച്ഛൻ. പക്ഷെ അച്ഛനെ പറ്റി പറയുമ്പോഴല്ലേ എന്റെ ചങ്ക് പോകും. അതുകൊണ്ട് അച്ഛനെ പറയുമ്പോഴല്ലേ എന്റെ ചങ്ക് പൊട്ടും ചേച്ചി. ഉറപ്പാണോ? ഉറപ്പായിട്ടും ചങ്ക് പൊട്ടും. അങ്ങനെയെങ്കിൽ നിന്റെ അച്ഛൻ പറയല്ലേ 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 നിർത്തിയാ? നിന്റെ അച്ഛൻ പറയല്ലേ പറയല്ലേ അച്ഛാ, അച്ഛൻ ഇതെന്തോന്ന് വേല ചെയ്ത് കാണിക്കുന്നത്? സഹോദര, ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. അച്ഛൻ പ്രായമായ ഒരു മനുഷ്യനാ, അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കും. നിങ്ങള് നിന്റെ അച്ഛനോട് ഞാൻ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷെ എക്സൈസുകാർ ക്ഷമിക്കത്തില്ല. എക്സൈസിന്റെ കാര്യം ഇവിടെ ആര് പറഞ്ഞത്? എടാ നിന്റെ അച്ഛൻ കോളേജ് പിള്ളേർക്ക് കഞ്ചാവ് കൊടുത്തു. കോളേജ് പിള്ളേർക്ക് എന്റെ അച്ഛൻ കഞ്ചാവ് കൊടുത്തു. ഇത്രയും നാളെ നിങ്ങൾ കാണിച്ചതെല്ലാം ഞാൻ ക്ഷമിക്കും. ഇത് ഞാൻ ക്ഷമിക്കൂല. ഉമ്മ വെച്ചിട്ട് അച്ഛനാണെന്ന് നോക്കൂല. ഒരു ഇടി ഇടിച്ചാൽ താഴെ തോട്ടി പോയി കിടക്കും. നിങ്ങൾ അറിയാവോ? ഒന്നും ചെയ്യരുത് പ്ലീസ് പ്ലീസ്. അച്ഛനല്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ക്ഷമിക്കല്ലേ ഇതൊക്കെ. ഞാൻ ഓട്ട കൂട്ടുകാരാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. നീ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ. അങ്കിൾ, യെസ് അങ്കിൾ കോളേജ് പിള്ളേർക്ക് കഞ്ചാവ് കൊടുത്തു അംഗീകരിച്ചു കേട്ടോ. ഉദാഹരണം, അങ്കിളുടെ മകന് കഞ്ചാവ് കൊടുക്കുവോ? കൊടുക്കത്തില്ല. കണ്ടാൽ ആ മനുഷ്യന് വിവരമുണ്ട്, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാ വേറൊരു ചോദ്യം ചോദിക്കേ, എന്തുകൊണ്ടാണ് അങ്കിളുടെ മകന് കഞ്ചാവ് കൊടുക്കാത്തത്? എന്റെ മകന് ഞാൻ കഞ്ചാവ് കൊടുത്ത കണ്ടോളാ, എന്റെ മകന് ഞാൻ കഞ്ചാവ് കൊടുത്ത കണ്ടോളാ, അവൻ കാശ് തരത്തില്ല. കാശ് കൊടുക്കത്തില്ലെന്ന് നീ. ഞാൻ കാശ് കൊടുക്കാം. പിന്നല്ല ഞാൻ എന്തോ ചെയ്യാനായിട്ടെന്ന് പറ. അച്ഛാ, ഇനി എനിക്ക് അച്ഛനെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇന്ന് ഈ നിമിഷം ഞാൻ അച്ഛനെ വൃദ്ധസ്ഥാനത്തേക്ക് ഉണ്ടാക്കും. എന്തൊരു ചെറുക്കനാടാ നീ. സ്വന്തം അച്ഛനെ വൃദ്ധസ്ഥാനത്തേക്ക് ഉണ്ടാക്കുന്നു ഒരു ചെറിയ തെറ്റിന്. നീ കാണുന്നില്ലേ? ഈ മനുഷ്യന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ വന്നവനാണ് ഞാൻ. പക്ഷെ ഈ മനുഷ്യന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. എടാ നിനക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെടാ, ഞാൻ അച്ഛനെ പോലെ വർത്തിക്കോടാ. നീ ഇന്ന് മാറി. നീ എന്താ പറഞ്ഞ എന്നെ ഓർഫണേജ് കൊണ്ട് കൊടുക്കുന്നു? എടാ ഇപ്പൊ വന്ന ചെറുക്കം പറഞ്ഞോടാ അവന്റെ അച്ഛനെ പോലെ നോക്കാന്ന്. ഇതോടുള്ള കാര്യം പറയാം, ഞാനും നീ നമ്മളെ ബന്ധം തീർന്നു. ഇന്ന് തൊട്ട് അവൻ എന്റെ മോൻ. നാളെ രാവിലെ എന്റെ മൊത്തം സ്വത്തും ഞാൻ അവന്റെ പേര് എഴുതി കൊടുക്കും.